ഹലോ, ഇത് എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. എന്നെ അറിയാത്തവർക്ക് വേണ്ടി. ആർക്കും അറിയില്ല. എൻ്റെ പേര് ആഷ്ന. ഞാൻ ഇപ്പോൾ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇന്ന് ജർമ്മനി വന്നിട്ട് ഞങ്ങൾ കോളേജിൽ നിന്നൊരു ഹൈഡൽബർഗ് പോയിട്ടുണ്ട് ട്രിപ്പ്. അല്ലാതെ ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. ഇപ്പോൾ വെക്കേഷനും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുമായിരുന്നു എവിടെയെങ്കിലും പോകണമെന്ന്. ഇതുവരെ നടന്നില്ല. ഇതെങ്കിലും പോകണമെന്ന് കരുതി ഞങ്ങളങ്ങ് പോവുകയാണ്. ബ്ലാക്ക് ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ ഇത്ര ദൂരേക്ക് ഞങ്ങളങ്ങനെ പോയിട്ടില്ല. കാരണം ഇവിടുന്ന് ഏകദേശം 5 മണിക്കൂറുണ്ട്. വെളുപ്പിന് 5 മണിക്ക് 5 മണി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. എനിക്കാണെങ്കിൽ വർക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഓക്കേ. ഹായ് ഗേൾസ്, ഞങ്ങളങ്ങനെ എവിടെ വന്നിരിക്കുകയാണ്? ഷ്വാർട്സ്വാൾഡ് വന്നിരിക്കും. അതേത് സ്ഥലം? ബ്ലാക്ക് ഫോറസ്റ്റ്. ബ്ലാക്ക് ഫോറസ്റ്റ് പറഞ്ഞ സ്റ്റാറ്റസ് അല്ലേ, നമ്മൾ ജർമ്മനി പഠിക്കുന്ന പിള്ളേരാ. അപ്പോൾ ഷ്വാർട്സ്വാൾഡ് എന്ന് വേണം പറയാം. അതെ, ഷ്വാർട്സ്വാൾഡ് അങ്ങനെ എന്തോ പറയും. ഓക്കെ, ഞങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റ് കഴിക്കാനും കൂടിയാണ് വന്നത്. പക്ഷെ കടയൊന്നും കണ്ടുപിടിച്ചില്ല. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലും ആയിട്ടില്ല. അതെ, ഞങ്ങൾ വഴിയാധാരമായിട്ട് വഴി തെറ്റി നിൽക്കുക. വഴി തെറ്റിയതല്ല, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. കൂൾ പ്ലേസ് മാൻ. കഥ ആക്ച്വലി തുടങ്ങുന്നത് ഇവിടെയൊന്നുമല്ല. അങ്ങ് തലേന്ന് രാത്രി 31 രാത്രി എനിക്കന്ന് ജോലി ഉണ്ടായിരുന്നു. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വെളുപ്പിന് 5 മണി കഴിഞ്ഞ് 5:06 വണ്ടി പിടിക്കാൻ ഓടി. അങ്ങനെ ഓടി വന്നപ്പോഴത്തേക്കും ഇവിടെ ബാക്കി എല്ലാവരും എത്തിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഹൈഡൽബർഗ് ഇറങ്ങി. ഹൈഡൽബർഗിൽ നിന്ന് ഞങ്ങൾ ഈ ചെറിയൊരു വീഡിയോ എടുത്ത്. പക്ഷെ എത്ര എടുത്തിട്ട് അതങ്ങ് റെഡി ആയില്ല. പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് ഒപ്പിച്ചെടുത്തു കേട്ടോ. ഇതിൻ്റെ ട്രാൻസിഷൻ അങ്ങ് അവിടെ ചെന്ന് നിൽക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ അതൊന്നും നടന്നില്ല. എങ്കിൽ ഈ ഒരു വീഡിയോ കിട്ടി. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അടുത്ത ട്രെയിനിൽ കയറി അടുത്ത വേറൊരു സ്ഥലത്ത് പോയി ഇറങ്ങി. കോൺസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവിടുന്ന് ഇതുപോലെ അടുത്ത ട്രെയിനിൽ കയറി കുറേ പേര് ഉറക്കുമായിരുന്നു. കുറേ പേര് അവിടെ ഇവിടെ ഇരുന്ന് മിണ്ടിയും പറഞ്ഞു വരുന്നു. അങ്ങനെ ഞങ്ങളുടെ അവസാന ഡെസ്റ്റിനേഷനിലേക്കുള്ള ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായി. 1/2 മണിക്കൂർ ട്രാൻസ്ഫർ ടൈം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് 5 മണിക്കൂർ കൊണ്ടാണ് 5-5.5 മണിക്കൂർ കൊണ്ടാണ് ഈ ഷ്വാർട്സ്വാൾഡ് എത്തിയത്. അങ്ങനെ ഞങ്ങൾ അവിടേക്കുള്ള അവസാന ബസ്സിൽ കയറി. അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ പേര് ഈ സ്കീയിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. അവർ എല്ലാം പ്രായമുള്ള ആൾക്കാർ. നമ്മുടെയൊക്കെ നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തിലുള്ള ആൾക്കാർ പുറത്തു പോലും കാണത്തില്ല. അപ്പോൾ ഈ തണുപ്പത്ത് ഇവർ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് ഭയങ്കര എക്സ്പേർട്ടായിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങി. അവിടുന്ന് നടക്കാനാണെങ്കിൽ 1.5 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ബസ് വരുന്നുണ്ടായിരുന്നില്ല. ബസ്സിന് 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ ആദ്യം ഒന്ന് നടന്നു നോക്കി. നടന്ന് പകുതി വഴി എത്തിയപ്പോൾ ഹൈവേ ആയിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാനുള്ളൊരു ഫുട്പാത്ത് ഇല്ലാത്തതുകൊണ്ട് പകുതി വഴിയിൽ ഞങ്ങൾ തിരിച്ചു പോന്നു. കാരണം വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. പിന്നെ നടക്കാനൊരു മടി. തണുത്തു തുടങ്ങിയപ്പോഴത്തേക്കും കാണുന്ന വെയിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ സമയം കളയാൻ വേണ്ടിയിട്ട് തിരിച്ച് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വന്ന് ഈ പിള്ളേരൊക്കെ മഞ്ഞിൽ കളിക്കുമായിരുന്നു. അപ്പം ഞങ്ങളും മഞ്ഞെറിഞ്ഞും മഞ്ഞിൽ കിടന്നും ഉരുണ്ടുമൊക്കെ കളിക്കാൻ തുടങ്ങി. അടിപൊളിയായിരുന്നു. അങ്ങനെ ചില വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ചില അത്യപൂർവ നിമിഷങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് മഞ്ഞിൽ വീണ് പോവുകയും ബസ് വരെയും അതിൻ്റെ മുകളിൽ ചാടി കയറാൻ പറ്റാതെ ബസ്സുകാർ വരെ അവിടെ നിർത്തിയിട്ട് അവർ ഞങ്ങൾ നോക്കി ചിരിക്കുമായിരുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ബസ്സിലൊക്കെ കയറി. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ ഡെസ്റ്റിനേഷനിലെത്തി. ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു. ഈ മഞ്ഞിലിങ്ങനെ കുറേ ആൾക്കാരും കേബിൾ കാറും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കേബിൾ കാറിൽ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സ്കീയിങ്ങിനുള്ള ആൾക്കാരെ കേബിൾ കാറിൽ കയറ്റി മുകളിൽ കൊണ്ട് വിടുമായിരുന്നു. അവിടുന്ന് അവർ സ്കീ ചെയ്ത് താഴോട്ട് വരും. നമുക്ക് ഇവിടെ മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. തെന്നി വീഴുമായിരുന്നു. അപ്പോൾ പിന്നെ അതിന് ഞങ്ങൾ പോയില്ല. പിന്നെ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ലേക്ക് വ്യൂ കാണാമെന്നുള്ള രീതിയിൽ ആ വഴി പിടിച്ച് ഇങ്ങനെ പോവുമായിരുന്നു. ആ വഴിയിലും ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു വഴിയായിരുന്നു. പകുതി വരെ ഞങ്ങൾ എത്തി. പകുതി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീഴ്ച ചെയ്തും കണ്ട് അതിലേ നടന്ന് കുറേ പേര് ഞങ്ങളോട് പറഞ്ഞു, താഴോട്ട് പോകണ്ട, താഴേക്ക് ഇതിലും നാരോ വഴിയാണ്, ചിലപ്പോൾ ഒറ്റയടിക്ക് ഞങ്ങൾ താഴെ എത്തും ഒന്ന് തെന്നിയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തില്ല, പിന്നെ അങ്ങോട്ടേക്ക് അങ്ങ് പോയില്ല. തിരിച്ച് കയറാൻ വേണ്ടി തുടങ്ങി. കാരണം അപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പായിരുന്നു. -5 ഡിഗ്രി ആയിരുന്നു. ഞങ്ങൾക്ക് അത്രയൊന്നും താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ വന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് മെല്ലെ എല്ലാവർക്കും വിശന്ന് തുടങ്ങിയായിരുന്നു.
അപ്പോൾ ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിൽ ഞങ്ങൾ മെല്ലിങ് വന്നു. ഈ ഉപ്പ് ചോദിക്കുന്നുണ്ടോ? ഹലോ ഗൈസ്, എന്താ ഉണ്ടാക്കുന്നേ? ഞങ്ങള് മറ്റേ ഹാർട്ടിന്റെ ഉള്ളിൽ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കില്ലേ, അതുണ്ടാക്കിക്കൊണ്ടിരിക്കാം. റിസൾട്ട് കാണിച്ചു തരാട്ടോന്ന്. വേണ്ട, മഞ്ഞ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും മഞ്ഞൾ കുളിയും അവൾക്ക് ഭ്രാന്തായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കാനകത്ത് കൈ പുറത്തെടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ ബസ് തപ്പി അടുത്തൊരു ടിറ്റസി എന്ന് പറഞ്ഞൊരു സീ ഉണ്ടായിരുന്നു അവിടേക്ക് പോകാമെന്നുള്ള പ്ലാനിൽ വന്നു. പക്ഷെ ഞങ്ങൾ കയറിയ ബസ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഞങ്ങൾ അരമണിക്കൂറല്ല 15 മിനിറ്റ് കൊണ്ട് താഴെ എത്തേണ്ട ഞങ്ങളൊരു 1.5 മണിക്കൂർ എടുത്ത് വേറെ എവിടെയോ സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു ബോർഡറിൽ പോയി ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിനൊക്കെ എടുത്ത് 2.5 മണിക്കൂറിൻ്റെ ട്രെയിനിൽ ഞങ്ങളുടെ പരിപാടി പാട്ട് പാടി കളിക്കലായിരുന്നു. പക്ഷേ ഈ 2.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ നല്ല ഒന്നാമത്തെ അന്താക്ഷരി കളിച്ചു ഗൈസ്. അടിപൊളിയായിരുന്നു. ബാക്കി എല്ലാവരും ഏകദേശം ഉറക്കമായിരുന്നു. കാരണം എല്ലാവർക്കും ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ദൂരമുള്ള ട്രാവലിങ്ങും അതുപോലെ അത്ര തണുപ്പുമായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സുഖമായിരുന്നു, നല്ല ചൂടും അടിപൊളിയായിരുന്നു എന്തായാലും. പക്ഷെ ഞങ്ങൾ ഈ 2.5 മണിക്കൂർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. കാരണം എന്താ ടൈം പോയത് അറിഞ്ഞേ ഇല്ല. 2.5 മണിക്കൂർ പെട്ടെന്ന് കഴിഞ്ഞു. 2.5 മണിക്കൂർ കഴിഞ്ഞോന്നായി, 2.5 മണിക്കൂർ ഞങ്ങൾ പാടിയോന്നായി. അതുപോലെയായിരുന്നു. അടുത്ത ട്രെയിനിൽ കയറിയപ്പോഴത്തേക്കും എല്ലാവരും ഓടി. ഞങ്ങളെല്ലാവരും കൂടി ഡംഷറാൾസ് കളിച്ചു. എല്ലാവരും അഭിനയിച്ചു, എല്ലാവരും ഇൻവോൾവ് ആയിരുന്നു. അങ്ങനെ എന്താ പറയുക, ട്രിപ്പ് ചെറുതായിട്ട് പ്ലാനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുളമായെങ്കിലും ഞങ്ങൾ ട്രിപ്പ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. പിന്നെ ഇനി ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവർ, ജർമ്മനിയിലുള്ളവർ പ്ലാൻ ചെയ്ത് മാത്രം പോവുക. പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത്. ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ട്രാൻസ്ഫർ ടൈം അത്രയും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാം നന്നായി നടന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബാക്കി വിശേഷങ്ങളുമായി ബൈ ബൈ. ചൂസ്.